മുന്നിലേക്ക് പ്രാധാന്യമുള്ള വഴി അപ്പൊ ശിവമല ശരി ചങ്ങായി. അപ്പോ ചങ്ങായി ഈ ഉഷമാരിക്കാണ് ചെന്നൈക്ക് എന്താ മാത്രമാണ് ഈ മനുഷ്യന്മാരുടെ അന്തർമാരുടെ നമുക്കറിയാം. ഇപ്പൊ ചകിരി നാരിൽ നിന്ന് ഫൈബർ ഉണ്ടാക്കുകയും അത് പിത്ത് എന്ന് പറയുന്നത് ഇത് വേസ്റ്റാണ്. നേരത്തെ ഈ വ്യവസായത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ വേസ്റ്റ് ആയിരുന്നു. ഈ വേസ്റ്റ് കൊണ്ടായിരുന്നു പല സംഘങ്ങളും നിന്നുപോയത്. ഇന്ന് ആ വേസ്റ്റിന് വേണ്ടിയിട്ടാണ് പുതിയ യൂണിറ്റുകൾ ഉണ്ടാകുന്നത്. കാരണം ചകിരി നാരിനേക്കാളും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഈ വേസ്റ്റ് എന്ന് പറഞ്ഞ കയർ പിത്ത് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് വ്യവസായത്തിൽ നമുക്ക് കയറ്റി വയ്ക്കാൻ കഴിയുന്നത്. ഒരുപാട് പാഴ്വസ്തുവായി കിടക്കുകയാണ്, വേസ്റ്റ് ആയി കിടക്കുകയാണ്. അതിനെ യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിലുള്ള ഉൽപാദനം നടത്തുകയാണെങ്കിൽ നമുക്ക് കയർ മാത്രമല്ല, കയറിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ചുമായി എല്ലാ പഞ്ചായത്തുകളും ഇപ്പോൾ പ്ലാസ്റ്റിക്കിനെതിരെ എഗൻസ്റ്റ് ആയിട്ട് നമ്മളൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കിനെ നമ്മൾ മാറ്റാൻ അതിന്റെ ബദൽ സംവിധാനമാണ് കയറും. അതുപോലെ നാച്ചുറൽ പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങളുണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അത് പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലയിൽ സ്ത്രീ സംരംഭകരെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാം. അതുപോലെ തന്നെ പുരുഷന്മാരും ചെയ്യാം. ചെറിയ വലിയ യൂണിറ്റുകളായാലും സ്ത്രീകൾക്കാകുമ്പോൾ ചെറുകിട മൈക്രോ യൂണിറ്റുകൾ വീടുകളിൽ ചെയ്യാം. അവരുടെ വീടുകളിലെ മൈക്രോ യൂണിറ്റുകൾ ആരംഭിക്കാനുള്ള പദ്ധതികൾ, ഒരുപാട് സ്കീമുകളുണ്ട്. ഈ സ്കീമുകൾ ജനങ്ങളിൽ എത്തിക്കാം, പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളിൽ എത്തിക്കാം. അവർക്ക് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാനുള്ള സാധ്യതകൾ സൃഷ്ടിക്കാം എന്നതാണ് ഈ 3D പ്രോഗ്രാമുകൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ പരിപാടിയുണ്ട്. ಅದು ಅಂದ್ಕೊಂಡಿದ್ದೀವಿ. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟಕರಾಗಿ ಆಗಮಿಸಿದಂತಹ ನಮ್ಮ ಬದಿಯಡ್ಕ ಗ್ರಾಮ ಪಂಚಾಯತ್ನ ಅಧ್ಯಕ್ಷರಾದ ಬಿ ಶಂಕರವರೇ ಹಾಗೂ ಇವತ್ತಿನ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದಂತಹ ಅನುಮತಿ ಮೇರೆಗೆ ಉದ್ಘಾಟನೆಯನ್ನು ಮಾಡುತ್ತಾ ನನ್ನ ಒಂದೆರಡು ಮಾತನ್ನು ಮುಗಿಸಲೇ ಜೈ ಭಾರತ್. ಮುಂದಕ್ಕೆ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಶುಭವನ್ನು ಹಾರೈಸಲು ബ്ലോക്ക് പഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ത്രീകൾക്ക് തൊഴിലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനത്തുള്ള ഇപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞതുപോലെ നിങ്ങൾക്ക് ടി വിയിലും മറ്റും വാട്സപ്പിലൊക്കെ കാണുന്ന പോലെ ചൈനയിൽ ഒരു 100 ആളുണ്ടെങ്കിലും 100 ആൾക്കാരും ഒരു സാധനം കിട്ടിയാൽ അത് എന്ത് ചെയ്യണമെന്ന് അതിനിങ്ങനെ പഠിച്ചുകൊണ്ട് നമ്മളെ പോലെ ഉള്ള ഈ തൊഴിലേക്ക് മാത്രമല്ല, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ കേരളത്തിൽ ഒരുപാട് ಈ ಪ್ರಸಾದಣ್ಣ ಹಾಗೂ ರಮೇಶನ ಒಂದು ದಿವಸ ಬದಿಯಡ್ಕ ಪಂಚಾಯತ್ನ ಅಧ್ಯಕ್ಷರನ್ನು ಭೇಟಿಯಾಗಲಿಕ್ಕೆ ಬಂದಿದ್ದರು. ಈ ಕಾರ್ಯಕ್ರಮದ ಒಂದು ಪ್ರಥಮವಾಗಿ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿ ಈ ವರ್ಷ ಬದಿಯಡ್ಕದಲ್ಲಿ ನಾವು ಕಾರ್ಯಕ್ರಮ ಮಾಡುವಂತಹ ಅವರ ಒಂದು ಇಚ್ಛೆಯನ್ನು ವ್ಯಕ್ತಪಡಿಸಿದರು. ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ಈ ಬದಿಯಡ್ಕದಲ್ಲಿ ಉದ್ಯಮಗಳು ಆರಂಭ ಆಗಬೇಕು. ಹೊಸ ಯುವ ಜನತೆ ಈಗ ನಿರುದ್ಯೋಗ ನಿವಾರಣೆ ಅಂತ ಹೇಳಿದ್ರೆ ಸ್ವ ಉದ್ಯೋಗದತ್ತ ಮುಖ ಮಾಡಿ ನಿಲ್ಬೇಕು ಅಂತ ಹೇಳುವಂತ ಉದ್ದೇಶದಿಂದ ಬದಿಯಡ್ಕ ಗ್ರಾಮ ಪಂಚಾಯತ್ ನಲ್ಲಿ ಇದಕ್ಕೆ ಒಂದು ವಿಸ್ತಾರವಾದಂತಹ ಅವಕಾಶವನ್ನು ಇದೇ ದೃಷ್ಟಿಯಲ್ಲಿ ಇಟ್ಟುಕೊಂಡು ಈ ಕಾರ್ಯಕ್ರಮ ಆಯೋಜನೆ ಮಾಡಲಿಕ್ಕೆ ಒಪ್ಪಿಕೊಂಡೆ. ಇದರ ಪ್ರಯೋಜನವನ್ನು ನಾವು ಬದಿಯಡ್ಕ ಜನತೆ ಪಡೆಯಬೇಕಿದೆ. ಕೇರಳ ಅಂತ ಹೇಳಿದ್ರೆ ಗಾಡ್ಸ್ ಓನ್ ಕಂಟ್ರಿ ಅಂತ ಹೇಳುವಾಗ ಬರುವಂತ ಒಂದು ಚಿತ್ರದ ಕಲ್ಪನೆ ಅದರಲ್ಲಿ ಒಂದು ತೆಂಗಿನ ಮರ. ಅತ್ಯಂತ ಒಂದು ದೊಡ್ಡ ಮಟ್ಟದ ಅವಕಾಶ ಕೇರಳದಲ್ಲಿ ಇದೆ. ಈಗಾಗಲೇ ನಾವು ಇಲ್ಲಿಗ ನಮ್ಮ ಒಂದು ಮಿತ್ರರಾಗಿರುವಂತಹ ಹರಿಕೃಷ್ಣ ಇವರು ಕಳೆದ 10 ವರ್ಷಗಳ ಹಿಂದೆ ಕೋಟೂರು ಅಂತಹ ಒಂದು ಹಳ್ಳಿ ಪ್ರದೇಶದಲ್ಲಿ
ಒಂದು ತೆಂಗಿನ ನಾರಿನ ಉತ್ಪನ್ನಗಳನ್ನು ಉತ್ಪಾದಿಸುವಂತ ಒಂದು ಇಂಡಸ್ಟ್ರಿಯನ್ನು ಆರಂಭ ಮಾಡಿ ಅದರಲ್ಲಿ ಅವರು ಸಕ್ಸಸ್ ಅನ್ನು ಪಡ್ಕೊಂಡಿದ್ದಾರೆ. ಅತ್ಯಂತ ದೊಡ್ಡ ಪ್ರಮಾಣದಲ್ಲಿ ಇವತ್ತೀಗ ಆ ಕೈಯ ಉತ್ಪನ್ನಗಳು ಅಲ್ಲಿಂದ ಎಕ್ಸ್ಪೋರ್ಟ್ ಕೂಡ ಆಗ್ತಾ ಇದೆ. ಕೇಂದ್ರ ಸರ್ಕಾರದ ಈ ಕಾಯಿಲ್ ಬೋರ್ಡ್ 1953ರಲ್ಲಿ ಆರಂಭಗೊಂಡು ಸಣ್ಣ ಹಾಗೂ ಮಧ್ಯಮ ಗಾತ್ರದ ಉದ್ಯಮಗಳನ್ನು ಪ್ರೋತ್ಸಾಹಿಸುವ ನಿಟ್ಟಿನಲ್ಲಿ ಕಳೆದ 70 ವರ್ಷಗಳಿಂದ ಇದಕ್ಕೋಸ್ಕರ ಶ್ರಮಿಸ್ತಾ ಇದೆ. ಇದನ್ನು ನಾವೆಲ್ಲ ಪ್ರಯೋಜನ ಪಡೆದುಕೊಳ್ಬೇಕು. ಕ್ರಮದಲ್ಲಿ ನಾವು ಇನ್ನು ಹೆಚ್ಚಿನ ಸಂಖ್ಯೆಯಲ್ಲಿ ಭಾಗವಹಿಸಬೇಕು. ನಾಳೆ ಕೂಡ ಒಂದು ಸ್ವಲ್ಪ ಯುವ ಜನರನ್ನು ಇದರತ್ತ ಕರೆತರುವಲ್ಲಿ ನಾವೆಲ್ಲ ಪ್ರಯತ್ನಿಸುವಂತ ಹೇಳ್ತಾ, ನಾಡಿದ್ದು ನಡೆಯುವಂತಹ ಇಂಡಸ್ಟ್ರಿ ವಿಸಿಟ್ ಕೂಡ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ನಡೆಯಲಿ. ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಎಲ್ಲ ರೀತಿಯ ಶುಭವನ್ನು ಹಾರೈಸ್ತಾ ನನ್ನ മാറ്റുಗಳನ್ನು കൊറിಗೊಳಿಸ್ತೇನೆ. വന്ദേ മാതരം. തെങ്ങിനെയാണ്. അപ്പൊ തെങ്ങ് കൊണ്ട് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്കിപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ 2 കയർ ഫാക്ടറികളുണ്ട്. ആ കയർ ഫാക്ടറിയിൽ ഏകദേശം ഒരു 60ഓളം പെൺകുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതുപോലെ ഉള്ള ഈ കയർ ഈ തെങ്ങ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാന്നൊക്കെ ഉള്ള ഈ പരിശീലനം നൽകി നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ബീഡി തൊഴിലാളികളെന്ന് സ്ത്രീകളൊക്കെ കൂടുതൽ അത് ഇന്നൊക്കെ അതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു പുതിയൊരു തൊഴിൽ മേഖലയിലേക്ക് ഇതുപോലെ കയർ ബോർഡ് ഇവർ ചേംബേഴ്സൊക്കെ മുന്നോട്ട് വരുന്നതിൽ അറിയാൻ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന് എല്ലാവിധ പിന്തുണ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. 2 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലന ക്യാമ്പാണ് ഇതിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഇതിൻ്റെ സംരംഭത്തെക്കുറിച്ച് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോടൊപ്പം സംസാരിച്ചപ്പോൾ നമ്മുടെ ആളുകൾ കൂടുതൽ വെറും കയറും ചകിരി മാത്രമാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ സംരംഭങ്ങളും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇതുണ്ടാകുന്ന ഉൽപ്പാദനങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ സാധിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നിയ. നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഉൽപാദന മേഖലയിൽ കൃഷി കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് കയറെന്നാണെന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ കൃത്യമായി അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക്, താഴെത്തട്ടിലുള്ള ആളുകൾക്കൊക്കെ അവബോധങ്ങൾ നൽകിക്കൊണ്ട് അതിൻ്റെ സംരംഭകത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനായിട്ട് ഇത്തരം പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് പരമാവധി നമ്മുടെ മേഖലയിലുള്ള ആളുകൾക്ക് ഇന്നിപ്പോ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് അറിയുന്നില്ല. ಅಪ್ಪ 3 ದಿನದ ಶಿಬಿರ ನಮ್ಮ ಬದಿಯಡ್ಕ ಪಂಚಾಯತ್ ಮಣಿಕೂಲದಲ್ಲಿ ಈ ಸಂದರ್ಭದಲ್ಲಿ ನಡೆಯುತ್ತಿದೆ. ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ವಿಭಾಗದ ಅಧಿಕಾರಿಗಳಾದ ಎಲ್ಲರೂ ಇವತ್ತಲ್ಲಿದ್ದಾರೆ. ನಮ್ಮ ಈಗಾಗಲೇ ಪ್ರಾಸ್ತಾವಿಕ ಭಾಷಣದಲ್ಲಿ ಹೇಳಿದಂತೆ ಇಡೀ ಕೇರಳದಲ್ಲಿ ಅತಿ ಹೆಚ್ಚು ಕೃಷಿಯ ಒಂದು ತೆಂಗು ಕೃಷಿ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿ ಮಾಡಿ ನಮ್ಮ ತೆಂಗಿನ ಎಲ್ಲ ಹುರಿಯಕ್ಕೆ ಬೇಕಾದಂಥ ಕಚ್ಚಾ ವಸ್ತುವನ್ನು ಕೊಡುವಂಥ ಕೇಂದ್ರ ನಮ್ಮ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿದೆ. ಆದರೂ ಮತ್ತು ಕೊಯ್ಗೋಡಾಗಿರಲಿ ಮತ್ತು ಜಿಲ್ಲೆಯಲ್ಲಿ ಇದರ ಹುರಿಯದ ತಯಾರಿಯನ್ನು ಮಾಡುವಂಥ ಕೇಂದ್ರ ಇದೆ. ನಮ್ಮ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿ ಇದರ ಮೆಟೀರಿಯಲ್ ಮಾತ್ರ ಕೊಡುವಂಥ ವ್ಯವಸ್ಥೆ ಇದೆ. ಅದರಿಂದ ಈ ಹುರಿಯಾಕದ ಬಗ್ಗೆ ನಮ್ಮ ಮುಂದೆ ತಿಳುವಳಿಕೆಯನ್ನು 3 ದಿನದ ಶಿಬಿರವನ್ನು ಕೊಡುವಂಥ ಒಳ್ಳೆಯ ಒಂದು ವ್ಯವಸ್ಥೆಯನ್ನು ಇಲ್ಲಿ ಇಟ್ಟುಕೊಂಡಿದ್ದಾರೆ. അതുമാത്രമാണ് നമ്മളെ ചെറുപ്പത്തിലെ കണ്ടുവരുന്നതും വേറെ ഒരു വ്യവസായം ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ ഓരോ മനുഷ്യരുടെയും ഈ ഓരോ കാലങ്ങൾക്കനുസരിച്ച് ഓരോ ഇതായിട്ടുണ്ട്. ഓരോ ചിന്തകൾക്കും പവർ കൂട്ടിയിട്ട് എല്ലാവരും ഓരോ നല്ല കരവിയത് കാണിച്ചിട്ടുള്ളത്. പക്ഷെ ഇത്രയും നല്ലൊരു സംരംഭത്തിന് ആൾക്കാർ നമുക്ക് കുറച്ചും കൂടി വേണമായിരുന്നു. അപ്പോൾ വനിതകൾക്കും അതുപോലെ പ്രധാനമായിട്ടും ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു റോ മെറ്റീരിയൽ ഉപയോഗിച്ച് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ആകർഷകമായ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് പ്രകൃതിക്ക് യോജിക്കുന്ന, പ്രകൃതിക്കിണങ്ങുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം നടത്തുക എന്നത് വളരെ മനോഹരമായ രീതിയിൽ പ്രയോജനപ്പെടുത്താമായിരുന്നു. പക്ഷേ അതിൽ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം കുറഞ്ഞു പോയത് ഈ പരിശീലന പരിപാടിയുടെ ഒരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുകയാണ്. കുറച്ചുകൂടി ഇതിപ്പോൾ ഉദ്ഘാടന സെഷനാണ് എങ്കിലും
ടെക്നിക്കൽ സെഷൻസ് വരുന്ന ഉച്ച കഴിഞ്ഞും നാളെയും മറ്റന്നാളുമുള്ള ദിവസങ്ങളിൽ ഈ പഞ്ചായത്തിലെ സംരംഭകരെ അല്ലെങ്കിൽ പഞ്ചായത്തിലെ നിവാസികളെ, വനിതകളെയാണ് പ്രധാനമായിട്ടും ഇത് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. കൂടുതൽ പേരെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കുടുംബശ്രീ പോലെയുള്ള ഏജൻസികളുടെ ഭാഗത്തു നിന്നും പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന പ്രൊജക്ട് ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു സമീപനം, കൂടുതലൊരു പ്രയത്നം ഉണ്ടാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കയറിനെ പറ്റി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം ഏറ്റവും കൂടുതൽ തെങ്ങുള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ നാട് ഇടുക്കിയാണ്. ഞാൻ തൊടുപുഴ സ്വദേശിനിയാണ്. 6 മാസമായിട്ടേ ഉള്ളൂ കാസർഗോഡ് ജില്ലയിൽ വന്നിട്ട്. അപ്പോൾ ആലപ്പുഴയിലാണ് നമ്മൾ കയറിൻ്റെ ഈറ്റില്ലമായിട്ട് അറിയപ്പെടുന്നതെന്ന് സ്വാഗത പ്രസംഗം പറഞ്ഞ് നമ്മളെ എല്ലാവരുടെയും അറിവ് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ആലപ്പുഴയെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ തെങ്ങ് കാണാൻ കഴിയുന്നത് കാസർഗോഡാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ വളരെയേറെ വേഴ്സറ്റൈലായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്നതിനുള്ള ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ്. പക്ഷേ താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള പരിശീലന പരിപാടികളോ അതിനെക്കുറിച്ചുള്ള അറിവോ ജനങ്ങളിൽ എത്താത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു പാർട്ടിസിപ്പേഷൻ കുറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പം ഉദാഹരണത്തിന് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസിനാണ് എല്ലാവരും ആദ്യകാലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സാധാരണ നമ്മൾ കണ്ടുവരുന്ന പ്രോഡക്റ്റുകളായ കയർ അല്ലെങ്കിൽ പിക്സ് അതുപോലെ ഉള്ള പ്രോഡക്റ്റുകളെ പറ്റി എല്ലാവർക്കും ഒരു ധാരണയാണ്. മാർക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേക ഒരു പരിശീലനവും വൈദഗ്ധ്യവും ആളുകൾക്ക് നൽകിയാൽ അത് കൂടുതൽ പ്രയോജനപ്രദമായിരിക്കും. ആ ഫൈബറാണ് നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളുടെയും റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ പല ഐറ്റംസ് ഉപയോഗിക്കുന്നതിന് വേണ്ടി സംസ്കരിച്ചെടുക്കുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യയും അത്തരത്തിലുള്ള യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായവും പരിശീലന പരിപാടികളും മാർക്കറ്റിങ്ങിനുള്ള സൗകര്യങ്ങളും കയർ പ്രൊജക്ട് ഓഫീസ് വഴി നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ആയത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഗ്രാമീണ മേഖലയിലെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന രീതിയിൽ അത് പ്രയോജനപ്പെടുത്തുന്നതിന് ഈ പഞ്ചായത്തിലെയോ അല്ലെങ്കിൽ ഈ ജില്ലയിലെയോ ആളുകൾ കൂടുതൽ താല്പര്യം കാണിക്കണമെന്നോ ഇതിൽ പങ്കെടുക്കണമെന്നോ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ തുടക്കമാണ് സംരംഭത്വ പരിശീലനത്തിലും ഞങ്ങൾ കാണുന്നത്. ആരംഭിക്കാൻ തന്നെ പേടിക്കുമ്പോൾ പിന്നെ പരിശീലനത്തിന് ഒരു ചെറിയ പേടി ഉണ്ടാവുമല്ലോ. ആ പേടി മാറ്റലാണ് DACയും അതുപോലെ തന്നെ ചേംബർ ഓഫ് കോമേഴ്സും ബദിയടുക്ക ഗ്രാമപഞ്ചായത്തും ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ പേടി മാറ്റലിന്റെ ഒരു തുടക്കം അത് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. പേടി മാറ്റലാണ് നമുക്ക് വേണ്ടത്. ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകണം. എന്റർപ്രണർഷിപ്പിൽ തന്നെ പറയുന്നത് അൺഫോർച്ചീൻ ലോസുകൾ നേരിടാനുള്ള മാനസികമായ തയ്യാറെടുപ്പ് ആരംഭത്തിൽ ഉണ്ടാകണം. അങ്ങനെ പഠിച്ചു വരുമ്പോഴാണല്ലോ ഞങ്ങൾ സംരംഭത്തിന്റെ മുന്നോട്ട് പോകുന്നത്. ഈ സംരംഭം മുന്നോട്ട് വരുമ്പോൾ ഞങ്ങൾ ഇതിന്റെ ആത്യന്തികമായിട്ടല്ല അന്തിമമായിട്ടുള്ളൊരു ലക്ഷ്യമെന്ന് കാണേണ്ടത് ലോകത്തിലിപ്പോൾ ഞങ്ങള് ഭാരതം എല്ലാവരേക്കാൾ മുന്നേറുന്ന ഒരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ശക്തിയായിട്ട് മാറണമെങ്കിൽ GDP വർദ്ധിക്കേണ്ടതുണ്ട്. GDP വർദ്ധിക്കണമെങ്കിൽ ഇതുപോലത്തെ സംരംഭങ്ങൾ ഓരോ ആളുകളും ആരംഭിക്കേണ്ടതുണ്ട്. അങ്ങനെ ആരംഭിച്ച് വിദേശ നാണ്യങ്ങളൊക്കെ നേടിത്തരുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഞങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഒരു ചെറിയ തുടക്കമാണ് ഇവിടെ. അപ്പോൾ പേടി മാറ്റുക എന്നുള്ളത്, ആ പേടി മാറ്റലിലൂടെ ഞങ്ങൾ ഈ പ്രദേശത്ത് വികസനം കൊണ്ടുവരണം. എല്ലാവർക്കും സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകുന്ന തരത്തിലുള്ള പരിശീലന പരിപാടികൾ, അറിവുകൾ നേടണം. ആ അറിവുകൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ സംഘടിപ്പിച്ച ഇതിന് ഈ പരിശീലന പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ. കൊമേഴ്സിനും അതുപോലെ തന്നെ കയർ ബോർഡിനും ഇവിടെ ഒരു സംഖ്യ കുറഞ്ഞുപോയി, പാർട്ടിസിപ്പൻസ് കുറഞ്ഞുപോയി എന്ന കാര്യത്തിൽ യാതൊരു ആശങ്കയില്ല. ഇത് വളരെ നല്ലൊരു തുടക്കമായി ബദിയടുക്കയുടെ മണ്ണിൽ ഇന്ന് നാന്ദി കുറിക്കുന്ന ഈ പ്രോഗ്രാം, കയർ മേഖലയിലുള്ള ഈ പ്രോഗ്രാം വലിയ മാറ്റങ്ങൾക്ക് നമുക്ക് കാരണമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും
എന്ത് തൊഴിൽ ചെയ്താലും ഒരു അധ്യാപകനായാൽ പോലും സംരംഭകത്വ സ്വഭാവത്തെ അടിസ്ഥാനപരമായിട്ട് കൊണ്ടു നടക്കുന്നവരാണ് എന്നറിയാം. അതുകൊണ്ട് ഞാൻ സാഹിത്യകാരനാണ്, എനിക്ക് സംരംഭകത്വമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ കച്ചവടക്കാരനാക്കാനും സംരംഭകത്വവും സാഹിത്യകാരനുണ്ടായിരുന്നു. അപ്പോൾ ലിറ്ററേച്ചർ എന്നത് അതുപോലെ